അടുത്തിടെ വാക്കുകൾക്ക് വളരെ നന്ദി. എന്തായാലും ഇതുവരെയുള്ള ക്ലാസ്സുകൾ എടുത്തുന്ന എല്ലാ എഡത്തിമാർക്കും അഖില കേരള തമിഴ് സമാജത്തിന്റെ പേരിലും എന്റെ പേരിലും പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. ഇത് നമ്മുടെ അവസാനത്തെ വെബിനാർ ആണ്. നമ്മൾ ഒക്ടോബറിലാണ് തുടങ്ങിയത് വെബിനാർ. ഇന്ന് ഒക്ടോബറിൽ തുടങ്ങിയ ഇന്നത്തെ വെബിനാർ ഇന്ന് അവസാനിക്കുകയാണ്. ഇതുവരെ നമ്മൾ 5 വെബിനാറാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം എല്ലാ ഞായറാഴ്ചകളിലും മറ്റ് ക്ലാസ്സുകളും നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഇതുവരെയുള്ള ചടങ്ങുകളെല്ലാം കഴിഞ്ഞത്. ഏതായാലും ഇതുവരെയുള്ള വെബിനാറുകൾക്ക് എല്ലാവരും ഒരുപോലെ പങ്കാളിത്തം നൽകിയ എല്ലാ അന്തർജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം നമ്മുടെ അധ്യാപകര്, അവരെയാണ് മെയിനായിട്ട് പറയേണ്ടത്. നമ്മുടെ അധ്യാപകര് എല്ലാ എടത്തിമാർക്കും കുറെ വെബിനാറുകൾ പല രീതിയിൽ അനുഷ്ഠാനങ്ങളും എടുത്തിട്ടുണ്ട്. അതോടൊപ്പം മോട്ടിവേഷനുകളും മറ്റ് ഹെൽത്തുമായിട്ടുള്ള ബന്ധപ്പെട്ട വെബിനാറുകളും നമ്മൾ കുറെ ക്ലാസ്സുകളും നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ അധ്യാപകന്മാർക്കും അവരുടെ ഇത്രയും വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ച് തന്നതിന് ഒന്നും കൂടി നന്ദി അറിയിക്കുകയാണ്. അപ്പോ എന്തെങ്കിലും ഇന്നത്തെ വെബിനാറുകൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിനുള്ള സമയമാണ്. ഞാൻ ശ്രീകല, ഒരു സംശയം ഉണ്ടായിരുന്നു, പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. ശ്രീകല ഋഷിയാണ് ഞാൻ. ഇന്ന് കുടിവയ്പ്പിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പം തട്ടിപ്പറിക്കല് പറഞ്ഞില്ല. അതുള്ളതല്ലേ, അതിന്റെ നാട്ടിലൊക്കെ ഉണ്ട് അപ്പം. അതുണ്ട്, അത് ചടങ്ങിലും ശരി, അത് പെട്ടെന്ന് വിട്ടുപോയി. അത് ഇന്നത്തെ വെബിനാർ ഒരു 4 ദിവസം കൊണ്ടേ പെട്ടെന്നാണ് ഒരു തീരുമാനിച്ചതേ. അപ്പൊ കുറെ ഒന്നും ഇരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ വിജയകുമാരത്തി ഞാനും അതെ അതുണ്ട് കേട്ടോ, ഇല്ലാന്നല്ല. അതുണ്ട്. അത് കുട്ടികൾക്ക്, കാഴ്ചക്കാരായിരിക്കുന്ന കുട്ടികൾക്ക് രസം നേടിക്കാൻ സമ്മതിക്കാതെ അതുണ്ട്. സമ്മതിക്കാണ്ട് ഉണ്ണികൾ വന്ന് തട്ടിക്കൊണ്ടുപോകുന്നല്ലേ പറയാറ്? അതെ 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 അതെ, അതുണ്ട്. അത് ഞാനേ പെട്ടെന്ന് അത് ഉണ്ടായി. പിന്നെ ഇവിടങ്ങളിലൊക്കെ പൊതുവെ ഈ കുടിയുടെ കൂടെ അല്ലെങ്കിൽ വധുവിന്റെ കൂടെ വന്നവര് സാധാരണ നടുമിറ്റത്ത് ഇറങ്ങുമോ? ഇവിടെ ഇറങ്ങണ കാണാറില്ല. ഇല്ല, അങ്ങനെ 2 പക്ഷമുണ്ട്. അപ്പൊ ഞാൻ പലരോടും ഞങ്ങളുടെ ഇതിൽ ഉള്ള പക്ഷമുണ്ട്, ഇല്ലാത്ത പക്ഷമുണ്ട്. ഇതുമല്ല, ഇത് എന്താന്ന് അറിയാത്തോണ്ട് നമ്മള് വരന്റെ ആളുകളായാലും വധുവിന്റെ ആളുകളായാലും ഇപ്പൊ ഞാൻ വല്ലയിടത്തും ഉണ്ടെങ്കിൽ അത് വരന്റെ ആണോ വധുവിന്റെ ആണോ നോക്കാതെ തന്നെ നമുക്ക് ഇന്നത് അതിലുണ്ട് കേട്ടോ, അത് എടുത്ത് നോക്കൂ എന്ന് പറയും. ഇപ്പൊ വധുവിന്റെ ഇതാണെങ്കിൽ അത് എടുക്കണം കേട്ടോ, ആ കണ്ണാടി പൊക്കറെ തുറന്ന് നോക്കണം കേട്ടോ എന്ന് വരന്റെ പാർട്ടീസിനോട് പറയേണ്ടി വരാറുണ്ട്, അവർക്ക് അറിയാത്തോണ്ട്. അപ്പൊ അതിലെ കൺമഷിയുണ്ട്, അത് തൊടിക്കൂ, അങ്ങനെയുള്ള കാര്യങ്ങളും രണ്ടും ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇറങ്ങാതെ കാണാറുണ്ട്. അത് ഇന്നാള് കുടിവെപ്പിന്റെ ചടങ്ങ് പെട്ടെന്നൊന്ന് ഓടിച്ച് വോയിസ് മെസ്സേജ് ഇട്ടപ്പോഴേ അപ്പൊ പറഞ്ഞു അതങ്ങനെ പതിവില്ലേ ചോദിച്ചു. അപ്പൊ അങ്ങനെ ആവാം, അങ്ങനെ വേണമെങ്കിൽ ആവാം, അത്രേ ഉള്ളൂ. പിന്നെ വേളിശേഷത്തിന്റെ കാര്യം ഇങ്ങനെ അമ്മയുടെ പുസ്തകത്തില് വിശദീകരിച്ചിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ പെട്ടെന്ന് എഴുതി വെക്കില്ല, അങ്ങനെയൊന്നും ഉണ്ടായില്ല. അങ്ങനെ പണ്ടുള്ളത്, ഇന്നിപ്പോ അതൊന്നും ഇല്ല. വേണമെങ്കിൽ ഒന്ന് വായിക്കാം, ഞാനത് ഒരുങ്ങിയിട്ടൊന്നും ഇല്ല. അത് വേണമെങ്കിൽ വേളിശേഷം എന്നിട്ട് അത് ആ പുസ്തകത്തിലേക്ക് ഒന്ന് ഞാൻ വേണമെങ്കിൽ വായിക്കാം. അതായത് ഇത് 4-ാം ദിവസം വൈകുന്നേരം ആണ് പതിവ്. അന്ന് വാവോ വേറെ വല്ല മുടക്കുകളോ ഉണ്ടെങ്കിൽ മുഹൂർത്തം നോക്കണം എന്നാണ് പറയാ വെളിശേഷത്തിന്. ഒരുക്കങ്ങള് ദീക്ഷ വിരിച്ച് തറയിൽ തന്നെ, പിന്നെ ഒരു കട്ടിൽ കിഴക്ക് പടിഞ്ഞാറായിട്ട് ഇട്ട്, അപ്പൊ അങ്ങനെയാണ് വേണ്ടതെന്ന്. കിഴക്ക് പടിഞ്ഞാറാണ് കട്ടിലിടേണ്ടത്. അപ്പൊ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാലോ. അത് ഞാൻ മുൻകൂട്ടി ഒരുങ്ങിയിട്ടൊന്നുമില്ല, അപ്പൊ പുസ്തകത്തിൽ നിന്ന് വായിക്കുകയാണ് കേട്ടോ. അങ്ങനെ കിഴക്ക് പടിഞ്ഞാറായിട്ട് ഇട്ട് അതിന്മേൽ മുകളിലും ചുവട്ടിലും അണിഞ്ഞ നെല്ലും അരിയും മതിലിട്ട എന്ന് പറയും, അണിഞ്ഞു മതിലിടുക എന്ന് പറയും. വിജയമാരടുത്തി പറഞ്ഞല്ലോ, അതുപോലെ അണിഞ്ഞു മതിലിട, അത് ചുവട്ടിലായി ചുറ്റും. പിന്നെ 16 അട, തലയ്ക്കൽ പറ, പൂക്കുല, നിലവ. അപ്പൊ ഇന്നത്തെ ആളുകൾക്ക് അത് അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇതൊന്ന് വിശദീകരിക്കാന്ന് പറഞ്ഞു. 16 അട, പിന്നെ തലയ്ക്കല് പറ വെക്കണം, പൂക്കുല, നിലവിളക്ക്, അതിനു മുന്നില്
പിന്നെ ചാന്ത്, കൊടുങ്ങല്ലൂരെ ചാന്ത് എന്നാണല്ലോ പറയാ, ആടിയ ചാന്ത്. പിന്നെ മുല്ലപ്പൂവ്, കൺമഷി, ചന്ദനം, ഇവയെല്ലാം വേണം. കട്ടിൽ ഇതൊക്കെ ആരും കേട്ടിട്ടുണ്ടാവില്ല. കട്ടിൽ 3 അഴയായിട്ട് കൊന്നയില കൊണ്ട് ഉണ്ടാക്കിയ, അതെന്തെങ്കിലും ഒരു സങ്കല്പമായിരിക്കാം. കൊന്നയില കൊണ്ടുണ്ടാക്കിയ മാല ചുറ്റും കെട്ടണം എന്നാണ്, 3 അഴയായിട്ട്. എന്നിട്ട് അലക്കിയ വസ്ത്രം മീതെ വിരിക്കണം. ഈ ചടങ്ങ് കഴിഞ്ഞാൽ നല്ല ദിവസം നോക്കി ഇതൊക്കെയാണ് ഒരുക്കേണ്ടത്. നല്ല ദിവസം നോക്കി കുടിവെപ്പ് നടത്തുക. അങ്ങനെയാണല്ലോ കുടിവെപ്പ്, പിന്നീടാണല്ലോ നടത്തുക. അങ്ങനെയൊക്കെയാണ്. പിന്നെ എന്താ വെച്ചാൽ പിന്നെ കുട്ടിയെ കട്ടിലിൽ കയറ്റിയിരുത്തി, അതൊക്കെ അമ്മ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. പണ്ട് ഇങ്ങനെ മലത്തിക്കിടത്തി, ഈ സ്ത്രീകളെ മലത്തിക്കിടത്തിയിട്ട് മംഗല്യസ്ത്രീകളെ കൂടി കൈക്കൊടന്ന, തലഭാഗത്തേക്ക് കൈക്കൊടന്നയായിട്ട് പിടിച്ചിട്ട് അതില് അരി നിറച്ച് കിടത്തുക. അങ്ങനെയാണ് അത്രേ, കട്ടില് കിടത്തിയിട്ടാണ് അത് അത്രയും ചെയ്തിട്ടാണ് പോരുക. അതിൻ്റെ ഇടയിൽ വെറ്റില കയ്യിൽ കൊണ്ട്, പക്ഷെ ഇത് ഇന്ന് ചെയ്യണ ഒന്നുമല്ല പണ്ടുള്ളത് എന്നർത്ഥം. ഇപ്പൊ നമ്മള് വെറ്റില 3 എണ്ണം കയ്യിൽ കൊടുക്കും, അല്ല 1 എണ്ണം കയ്യിൽ കൊടുക്കും, പിന്നെ 1 എണ്ണം കയ്യിൽ പിടിക്കും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക എന്നൊക്കെ പറയണ്ടല്ലോ. പണ്ട് ഇതൊന്നുമല്ല. അതൊക്കെ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ രണ്ടുപേരും കൂടി 3 കൂട്ടും. അങ്ങനെയൊക്കെയാണ്. മുല്ലപ്പൂവുണ്ട്, ചാന്ത് തൊടിക്ക്, അതെല്ലാം ഉണ്ട്. പക്ഷെ അത് നമ്മൾ കൊടുക്കൊന്നും വേണ്ട. അപ്പൊ ആ കുട്ടിയെ കിടത്തുന്ന രീതി പോലും ഇങ്ങനെയാണെന്ന്. കട്ടില് കിടത്തി 2 കൈയും തലഭാഗത്ത് പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് കൊടന്നയാക്കി അതില് ഉണക്കല്ലരി നിറച്ച് വെച്ച് പോവും. മംഗല്യശ്രീകളൊക്കെ പുറത്ത് കിടക്കും, വാതിലടയ്ക്കും, പതുക്കെ ചാരും. അങ്ങനെയൊക്കെയാണ് അത്ര പണ്ടത്തെ രീതി. അതൊന്ന് കേക്കാലോ. അതെ, അത് വിട്ടുപോയതാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഒന്ന്, പുസ്തകം ഉണ്ട് അടുത്ത്, ഞാൻ പെട്ടെന്ന് ഓർത്ത് ഒന്നും കൂടി ഒന്ന് പറയാം എന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെയാണ്. നമസ്കാരം. ശ്രീരാമനാണ്, എടക്കഴിപ്പുറം. അഖില കേരള തന്ത്രസമാജം ഈ ഒക്ടോബർ മാസം ആരംഭിച്ചിട്ടുള്ള ഈ അന്തർജനങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങൾ എന്ന ഈ വെബിനാറിന്റെ ഒരു സമാപനം കൂടിയാണ്. നമ്മൾ നിശ്ചയിച്ചത് പ്രകാരമുള്ള സെമിനാറിന്റെ അല്ലെങ്കിൽ വെബിനാറിന്റെ സമാപനം കൂടിയാണ് ഇന്ന്. എന്തായാലും ഈ തന്ത്രസമാജം ഏറ്റെടുത്ത ഈ യജ്ഞത്തിനെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് അണിമംഗലം സാവിത്രി എടുത്തിയും വെടിയൂർ വിജയകുമാരി എടുത്തിയും ഗീതാ പി കോറമംഗലവും സാവിത്രി പീഡിയും നമ്മുടെ നഷ്ടപ്പെട്ടു പോകുന്ന, അന്യം നിന്ന് പോകുന്ന ആചാരാനുഷ്ഠാനങ്ങൾക്ക് നമ്മുടെ തലമുറകളിലേക്ക് പകർന്നു നൽകുക, നമ്മുടെ അസ്തിത്വവും വ്യക്തിത്വവും നഷ്ടപ്പെടാതെ സംരക്ഷിക്കേണ്ട ചുമതല അന്തർജനങ്ങളിലാണ് എന്ന തിരിച്ചറിവിന്റെ ഭാഗമായിട്ടാണ് പൂജാപഠനത്തിനോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു ശ്രമത്തിന് തുടക്കം കുറിച്ചത്. അതായത് നമ്മുടെ ഈ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ നമ്മുടെ തലമുറകളിലേക്ക്, നമ്മുടെ കുട്ടികളിലേക്ക് പകർന്നു നൽകേണ്ടത് അമ്മമാരാണ്, അന്തർജനങ്ങളാണ്. നമ്മുടെ സമൂഹത്തിന്റെ മൂല്യശോഷണം അങ്ങേയറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. എന്തായാലും കുറച്ച് ആൾക്കാരിലൂടെ ആണെങ്കിലും നമുക്ക് ഇത് തനതായ രീതിയിൽ നിലനിർത്തിക്കൊണ്ട് അതിന് ഊർജം പകർന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ചുമതല ഇതിൽ പങ്കെടുക്കുന്നവരുടെ നിക്ഷിപ്തമാണ്. ഇത് കൂടുതൽ ശക്തിയോടുകൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം. എങ്കിലും ഈ വെബിനാർ എന്ന നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചത് പ്രകാരമുള്ള നമ്മുടെ ഇത് ഇന്നത്തോട് സമാപിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിന്റെ ഏകോപന അഖില കേരള തന്ത്രസമാജത്തിന്റെ ഓൺലൈൻ പൂജാ പഠന പദ്ധതിയുടെ കോർഡിനേറ്റർ എന്ന നിലയ്ക്കും സ്വന്തം നിലയ്ക്കും ഇതുമായി സഹകരിച്ചിട്ടുള്ള എല്ലാവർക്കും, ഇതിൽ പങ്കെടുത്തവർക്കും, പ്രത്യേകിച്ച് സാവിത്രി എടുത്തിക്കും വിജയകുമാരി എടുത്തിക്കും, ഇനിയും ഈ ക്ലാസ്സുകൾ അരമണിക്കൂർ എന്നുള്ള രീതിയിൽ ഞായറാഴ്ച ക്ലാസ്സുകൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. അതിനുള്ള പിന്തുണ എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവണം, പങ്കാളിത്തം ഉണ്ടാകണം. ഇത്തരം അറിവുകൾ നമ്മുടെ തലമുറകളിലേക്ക്, നമ്മുടെ കുട്ടികളിലേക്ക് കുറേശ്ശെ ആയിട്ടെങ്കിലും നമുക്ക് പകർന്നു നൽകാൻ സാധിക്കണം. അങ്ങനെ സാധിക്കണമെങ്കിൽ ഇത്തരം അറിവുകൾ കൈമോശം വന്നു പോകാതെ നമുക്ക് പറഞ്ഞു തരാൻ ആൾക്കാരുണ്ടാവണം.
അതിൽ വളരെ വലിയൊരു പങ്കാണ് സാവിത്രി എടുത്തിയും വിജയെടുത്തിയും നടത്തിയിട്ടുള്ളത് എന്ന് ഓർമ്മിച്ചുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇതിൽ പങ്കെടുത്തവർക്കും നമ്മുടെ ഈ അന്തർജന സഭയെ, ഈ ഗ്രൂപ്പിനെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് എല്ലാവിധ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി നൽകിക്കൊണ്ട് നമുക്ക് നിർദ്ദേശങ്ങൾ തന്നിട്ടുള്ള എഴുത്തിമാർക്കും എല്ലാവർക്കും അഖില കേരള തന്ത്രി സമാജത്തിന്റെയും വ്യക്തിപരമായും നന്ദി രേഖപ്പെടുത്തുകയാണ്. നമസ്കാരം.